ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIRനെ കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാവരും SIRന്റെ ഭീതിയിലാണ്. SIR ലിസ്റ്റിൽ കയറിക്കൂടുന്നതിന് വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് SIR ലിസ്റ്റിൽ വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പരിഹാരം എന്താണെന്നാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതായത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് SIR ലിസ്റ്റിൽ വരുന്നതിന് അല്ലെങ്കിൽ SIRനെ അപേക്ഷിക്കുക എന്നൊരു ഓപ്ഷൻ ആ വെബ്സൈറ്റിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആവും. അതായത് SIR ലിസ്റ്റിൽ വരുന്നതിന് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് വോട്ടർ ID അല്ലെങ്കിൽ ഇലക്ഷൻ ID അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഓപ്ഷനാണ് അതിലുള്ളത്. അത് പുതിയ വോട്ടർ IDക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോഴാണ് നമ്മൾ SIR ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുള്ളത്. അതായത് നമ്മൾ പുതിയൊരു ഇലക്ഷൻ IDക്ക് അപേക്ഷ കൊടുക്കുന്നതോടുകൂടി ഒരിക്കലും നമ്മൾ SIR ലിസ്റ്റിൽ വരില്ല. കാരണം നമ്മൾ അപേക്ഷിച്ചിട്ടേ ഉള്ളൂ. ഈ അപേക്ഷ താലൂക്കിൽ നിന്നും BLOയുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ എത്തി അവരത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വോട്ടർ ID നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വോട്ടർ ID നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മൾ SIR ലിസ്റ്റിൽ വരികയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ അപേക്ഷ കൊടുത്തോടുകൂടി നമ്മൾ സേഫായി നമ്മൾ SIR ലിസ്റ്റിൽ കയറി കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കുറേ കടമ്പകളുണ്ട്. അപേക്ഷ കൊടുക്കുക, നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. അത് ചെയ്ത് താലൂക്കിൽ നമ്മൾ അപേക്ഷ അവിടെ എത്തും. അത് കൺസേൺഡ് ആരാണ് നമ്മളെ BLO ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് താലൂക്കിൽ നിന്ന് നമ്മളെ BLOയുടെ കയ്യിലെത്തുകയും ആ BLO അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ആവശ്യമുള്ള രേഖകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വേണ്ട രേഖകൾ, ഫോട്ടോ, നമ്മൾ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള രേഖ, ഇതൊക്കെ ഭംഗിയായി വളരെ ക്ലിയർ ആയിട്ട് വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ BLO പരിശോധിച്ച് ഇദ്ദേഹം ഈ അഡ്രസ്സിൽ ഇപ്പോൾ താമസം ഉണ്ടോ എന്ന് വരെ വെരിഫൈ ചെയ്ത് അത് താലൂക്കിലേക്ക് തന്നെ വെരിഫൈ ചെയ്ത് തിരിച്ച് അയച്ച് അത് അപ്രൂവ് ആയി വന്നാൽ മാത്രമേ നമ്മൾ ID കാർഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ID കാർഡ് നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനിക്കാം. അല്ലെങ്കിൽ നമ്മൾ ID കാർഡ് നമ്മുടെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ആക്കി എടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അഥവാ ID കാർഡ് നമുക്ക് അപ്രൂവ് ആയി കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളെ SIR ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ അപേക്ഷ കൊടുത്തോടുകൂടി നമുക്ക് SIRലൊക്കെ വന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ID കാർഡ് ഉള്ള ആളുകൾ അവരുടെ ID കാർഡ് കട്ടായിട്ടുണ്ടോ നോക്കുക. അത് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കയ്യിൽ ID കാർഡ് ഉണ്ട്, അതോടുകൂടി ഞാൻ SIRലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ആ ID കാർഡ് ചെക്ക് ചെയ്യുക. ID കാർഡ് എന്തെങ്കിലും കട്ടായി പോയിട്ടുണ്ടോ. അതായത് പല ആളുകളും ID കാർഡ് ഉള്ള ആളുകൾക്ക് ഈ പ്രാവശ്യം SIR ഫോം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഉണ്ട്, പക്ഷെ എന്താണ്, അത് അസാധുവാണ്, അത് കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് SIR ഫോം ഈ പ്രാവശ്യം കിട്ടാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഇലക്ഷൻ IDക്ക് അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി അടുത്ത SIR ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളെ പേര് അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ വോട്ടർ ID ഉണ്ടെങ്കിൽ അത് കട്ടായിട്ടോ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കട്ടായി ഉറപ്പ് വരുത്തിയതിനു ശേഷം പുതിയ ഇലക്ഷൻ IDക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അല്ലാതെ നിലവിലുള്ള ID കാർഡ് പുതുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിലവിലുള്ള ഒരു ID കാർഡ് പുതുക്കണമെങ്കിൽ എന്താണ്, അത് വാലിഡ് ആയിരിക്കണം. അപ്പോൾ കട്ടായത് കൊണ്ട് പുതുക്കാൻ കഴിയില്ല, പുതിയ ID കാർഡിന് കൊടുക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാണ്ടോ എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷൻ IDക്ക് അപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ വോട്ടർ IDയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. മൊബൈൽ നമ്പറും ആധാറും ലിങ്ക് അല്ലെങ്കിൽ ഒരു കാരണവശാലും പുതിയ ഇലക്ഷൻ IDക്കോ നിലവിലുള്ള ഇലക്ഷൻ ID തിരുത്തുന്നതിനോ ഫോട്ടോ മാറ്റുന്നതിനോ അഡ്രസ്സ് മാറ്റുന്നതിനോ ട്രാൻസ്ഫറോ ഒന്നും, അതായത് വോട്ടർ IDയുമായി ബന്ധപ്പെട്ട് അഥവാ ID കാർഡുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ നിങ്ങൾ ആധാർ മൊബൈൽ നമ്പറും എപ്പോഴും ലിങ്ക് ആണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഐഡിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളവർ ആദ്യം ആധാർ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ ചെറിയൊരു നൂലാമാലുള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയാണ്, പല കുട്ടികളെ ആധാർ കാർഡിലും ഡോട്ട് ഉണ്ട്, പേരിന്റെ കൂടെ ഡോട്ട് അഥവാ കുത്തുണ്ട്. ഈ ഡോട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കുത്തല്ലേ അല്ലെങ്കിൽ ഒരു ഡോട്ട് അല്ലേ എന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഈ ആധാർ കാർഡിൽ ഒരൊറ്റ ഡോട്ട് ഭയങ്കര വില്ലനാണ്. ഈ ഡോട്ട് ഉള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് പുതിയ വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ കഴിയൂല. അതായത് ഇപ്പോൾ 18 വയസ്സായ കുട്ടികൾക്കൊന്നും പുതിയ വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ നിലവിലുള്ള വോട്ടർ ഐ ഡി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിലുള്ള ഒരാൾക്ക് വോട്ടർ ഐ ഡി പുതുക്കണമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, കറക്ഷൻ ചെയ്യണമെങ്കിലും അവരെ ആധാർ കാർഡിൽ ഡോട്ട് ഉണ്ടോ കുടുങ്ങി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡോട്ട് അഥവാ ആ ഡോട്ട് ഒഴിവാക്കണം. ആധാർ സെന്ററിൽ വന്ന് അതിന് പ്രൂഫുമായി വന്ന് ആധാറിലെ എൻ്റെ പേര് തിരുത്തണം എന്ന് പറഞ്ഞ് കറക്ഷൻ ചെയ്ത് പേര് തിരുത്തി വന്നാൽ മാത്രമേ അവർക്ക് ഇലക്ഷൻ ഐ ഡിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുറേ കുട്ടികൾ അതിന് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതായത് അതിപ്പോൾ ആരും കുറ്റപ്പെടുത്തില്ല. അതായത് അധിക കുട്ടികളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ അവരെ പേര് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഉണ്ടാവുമ്പോൾ അതിനിടയിൽ ഡോട്ട് ഉണ്ട്. അപ്പോൾ ഈ ആധാർ എടുക്കുന്ന സമയത്ത് ഈ എല്ലാ സെന്ററുകളും ചെയ്തിരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ അവരെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുത്തുണ്ടല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പേര് അബ്ദുൽ സലാം .v എന്നാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്ന് സങ്കല്പിക്കുക. അപ്പം എന്ത് ചെയ്യും? ഇവരെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഡോട്ട് ഉണ്ട്, ഈ നമ്മളായിട്ട് ആ ഡോട്ട് ഇല്ലാതാക്കി അതൊരു പ്രശ്നമാണ്. അപ്പം ഇനി ആധാർ കാർഡ് വേറിട്ട് നിൽക്കണ്ട, അതിൽ ഡോട്ട് ഉണ്ട് ഇതിൽ ഡോട്ട് ഇല്ല എന്ന് പറയണ്ടെന്നുള്ള നിലക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ തന്നെ ഡോട്ട് ഇട്ട് ആധാർ കാർഡിൽ പേര് കൊടുത്തു. അതിപ്പോൾ ഭയങ്കര വിനയായി, ഭയങ്കര പ്രശ്നമായി. അതുകൊണ്ട് ഇവർക്ക് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ പല കുട്ടികളും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഇതിന് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. പല കുട്ടികളും ഇന്ന് പോലും പല കുട്ടികളും വന്നിട്ട് സെന്ററിൽ വന്ന് പേരിൽ ഇങ്ങനെ ഡോട്ട് ഉണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രൂഫുമായി വന്ന് പേര് തിരുത്താൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അത് ശരിയായി വന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ഷൻ ഐ ഡിക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഡേറ്റ് കഴിയുമെന്ന് നമുക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തി എന്നതാണ്, അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ, ഇപ്പൊ NRIs ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വോട്ടർ ഐ ഡിയിൽ എന്ത് ചെയ്യണമെങ്കിലും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. ആ ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിദേശത്തുള്ള ആളെ സംബന്ധിച്ച് എന്ത് ചെയ്യും? അവരെ ആധാറിൽ പക്ഷേ മൊബൈൽ നമ്പർ ലിങ്ക് ആവില്ല. അപ്പൊ അവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് പ്രകാരം എന്ത് ചെയ്യാണ്, അവർക്ക് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദേശത്തുള്ള ആളുകൾക്ക് ആധാർ കാർഡിന്റെ ആവശ്യമില്ല വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ. ആ കാര്യം പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ വിദേശത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം. നമ്മുടെ നാട്ടിലുള്ളത് പോലെ കേരളത്തിലുള്ള റെസിഡന്റ് ആണെന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കുമ്പോൾ ആധാർ കാർഡ് ചോദിക്കും. ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. അതിലേക്ക് ഏത് നമ്പറിലാണോ ആധാർ മൊബൈൽ ലിങ്ക് ആയിട്ട് നിൽക്കുന്നത് ആ നമ്പറിലേക്ക് OTP പോവും. അപ്പോൾ ആ OTP പോകുന്ന സമയത്ത് ആ നമ്പർ ആക്റ്റീവ് ആവാതിരിക്കുക. ചിലപ്പോൾ ഇപ്പോൾ വേറെ കുഴപ്പമുണ്ട്, അതിൽ റീചാർജ് ഇല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജ് വരില്ല, കോള് വരില്ല, അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ വിദേശത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ NRI ആണ്, വിദേശത്താണ് എന്ന് പറഞ്ഞ് ഫോം 6A കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ അവർക്ക് ആധാർ കാർഡ് തന്നെ വേണ്ട, ആധാറിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അവിടെ വരെ ആധാർ മൊബൈൽ നമ്പർ ലിങ്കിന്റെ പ്രസക്തി അവിടെ ഇല്ല. മറ്റു വിദേശത്തുള്ള ഒരാളെ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പോൾ 6A കൊടുത്തു കഴിഞ്ഞാൽ, NRI ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ രേഖ വേണ്ടത് പാസ്പോർട്ടാണ് വേണ്ടത് മെയിനായിട്ട്. കാരണം NRIs അവർക്ക് പാസ്പോർട്ടുള്ള ഉണ്ടാവും. പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം അഥവാ ഫോട്ടോ ഉള്ള ഭാഗം, ബാക്ക് ഭാഗം അഥവാ അഡ്രസ് ഉള്ള ഭാഗം സ്കാൻ ചെയ്യണം. അതാണ് ഈ ആധാറിന് പകരം അവരെ പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് അവരെ വിസ നമ്പറാണ്. അതുപോലെ തന്നെ അവരെ വിസ എന്നാണ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, വിസയുടെ എക്സ്പയറി ഡേറ്റ് വേണം. അതുപോലെ തന്നെ അവർ വിദേശത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നത് അവർക്ക് അവിടെ ഒരു പോസ്റ്റൽ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സും ഇതിൽ എൻ്റർ ചെയ്യണം. അതാണ് ആവശ്യമുള്ളത്. അല്ലാതെ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ NRIs പ്രത്യേകം ഗൾഫിൽ ഉള്ള ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ഈ അദ്ദേഹം ഗൾഫിലാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ നൂലാമാലകളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം പല ആളുകളും എനിക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതേപോലെ ആള് അല്ലെങ്കിൽ മകൻ ഗൾഫിലാണ് അല്ലെങ്കിൽ വാപ്പ ഗൾഫിലാണ്, അവരിപ്പോൾ വോട്ടർ ഐ ഡി ഇല്ല, SIR ഇല്ല, ആകെ പ്രശ്നത്തിലാണ്, അവരെ വരുത്തേണ്ടി വരുമൊക്കെ ചോദിച്ചിട്ട്.
അവർക്കൊക്കെയുള്ള മറുപടി ഇതാണ്. അവരൊക്കെ NRI ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നൂലാമാലകളൊന്നുമില്ല, അവർ വരേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. ഈ BLO ഇത് വെരിഫൈ ചെയ്യുമ്പോൾ അവിടെയും തന്നെ അദ്ദേഹം BLO ഒക്കെ അറിയാലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾ തന്നെ ആയിരിക്കുമല്ലോ BLO ആയിട്ട് ഉണ്ടാവുക, നമ്മൾ അറിയുന്ന ആളായിരിക്കും. അപ്പോൾ BLO എന്ത് ചെയ്യും, ഇവർ വിദേശത്ത് തന്നെ എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പ്രശ്നം തീർന്നു. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ ഞാൻ വീണ്ടും ചെയ്യും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.